സ്കിസോഫ്രീനിയ. ഈ ടേം നിങ്ങൾക്ക് വളരെ പരിചിതമായിരിക്കും അല്ലേ? എന്താണ് ഈ സ്കിസോഫ്രീനിയ? എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? ഇതിന് 3 തരത്തിലുള്ള ലക്ഷണങ്ങളാണുള്ളത്. ഒന്ന് പോസിറ്റീവ് സിംറ്റം, നെഗറ്റീവ് സിംറ്റംസ്, പിന്നെ ഒന്ന് കോഗ്നിറ്റീവ് ഡിസോർഡർ. അതിൽ പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് മറ്റുള്ളവർ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുക. അതുപോലെ ചില സ്പർശനങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാം. അതിന് നമ്മൾ ഹാലുസിനേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചിന്തകൾ നമ്മൾക്ക് വരാം. ആരെങ്കിലും നമ്മൾ ആക്രമിക്കാൻ വരുന്നതായിട്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതായിട്ടോ ഒക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. വളരെ റിയലായിട്ട് നമുക്ക് തോന്നും. അതിനാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. അതേസമയത്ത് ചില തോട്ട് ഡിസോർഡർ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കാം. ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ തന്നെ പോസിറ്റീവ് സിംറ്റംസ് ആണ്. അതേസമയം നമുക്ക് ഒന്നിലും ഒരു താല്പര്യമില്ലാതിരിക്കുക, ആരോടും സംസാരിക്കാനോ, നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടാവും. നമ്മൾക്ക് ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരു വോയിസ് മോഡുലേഷൻ ഇല്ലാതെ ഒരു മോണോട്ടോണസ് ആയിട്ടായിരിക്കും അവർ സംസാരിക്കുക. ഇതൊക്കെ തന്നെ നെഗറ്റീവ് സിംറ്റംസ് ആണ്. പിന്നെ കോൺസെൻട്രേഷനെയും മെമ്മറിയൊക്കെ ബാധിക്കുമ്പോഴാണ് നമ്മളുടെ അത് കോഗ്നിറ്റീവ് ഇഷ്യൂസ് ആയിട്ട് മാറുന്നത്. അപ്പം യൂഷ്വലി ഇത്തരത്തിലുള്ള സിംറ്റംസ് ചില ഡ്രഗ്സ് ഒക്കെ കഴിക്കുമ്പം, മരിജുവാന അങ്ങനെ ചില ഡ്രഗ്സ് ഒക്കെ കഴിക്കുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അത് പക്ഷേ സിസോഫ്രീനിയ അല്ല. ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും ഒരു റിയൽ ലൈഫുമായിട്ട് അവരൊട്ടും കണക്റ്റഡ് ആയിരിക്കില്ല. ഇത് കൃത്യമായ രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണിത്. ജനറ്റിക് ആയിട്ടുള്ള കാരണം കൊണ്ട് ഈ അസുഖം വരാമെങ്കിൽ പോലും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വളരുന്ന സാഹചര്യങ്ങളും ഒക്കെ ഈ അസുഖത്തിലേക്ക് നയിക്കാൻ ഒരു പ്രധാന കാരണമായിട്ട് കാണാറുണ്ട്. അങ്ങനെയൊന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതുപോലെ തന്നെ സ്മൃതി മെഡിറ്റേഷൻ തെറാപ്പി ഇത്തരത്തിലുള്ള സിംറ്റംസിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.